ഈ പറഞ്ഞ പാത്വേയിലൂടെ ഒരാള് ഒരു ആഫർ രജിസ്ട്രേഷൻ സെക്യൂർ ചെയ്തു. അതല്ല ഇപ്പൊ ഇന്ത്യ എന്നുള്ളൊരു നേഴ്സ് അല്ലെങ്കിൽ GCC എന്നുള്ളൊരു നേഴ്സ് ആഫ്ര രജിസ്ട്രേഷൻ സെക്യൂർ ചെയ്തെങ്കിലും ഉം. ഇതിന് ശേഷം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം അവരുടെ ഒരു മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ മൈഗ്രേഷൻ സെൻസ് അവർക്ക് എങ്ങനെ ഓസ്ട്രേലിയയിൽ നിയമപരമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളത്, എങ്ങനെ അവർക്ക് ഓസ്ട്രേലിയയിട്ട് വന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള വിസ ഓപ്ഷൻസ് ഏതൊക്കെയാണ് പൊതുവെ ഉള്ളത്? പല മാർഗങ്ങളുണ്ട്. പല വിസകളിലൂടെ അവർക്ക് ഓസ്ട്രേലിയയിൽ എത്താൻ കഴിയും. ഇപ്പൊ പ്രധാനമായിട്ടുള്ളത് എംപ്ലോയർ സ്പോൺസേഡ് വിസയും പിന്നീടൊന്ന് സ്കിൽഡ് മൈഗ്രേഷൻ വിസയും ആണ് പ്രധാനമായിട്ട് ഉള്ള രണ്ട് പാത്ത് വേസ് എന്ന് പറയുന്നത്. രണ്ട് ഇവർക്ക് എപ്പോഴും ഈ രജിസ്റ്റേർഡ് നേഴ്സസിന് ആശ്രയിക്കാവുന്ന, റിലേ ചെയ്യാൻ പറ്റുന്ന രണ്ട് എംപ്ലോയർ സ്പോൺസേഡ് വിസയും സ്കിൽഡ് മൈഗ്രേഷൻ വിസയും. അവരുടെ നോമിനേഷൻ നിശ്ചയമായിട്ടും വേണ്ടതാണ് എംപ്ലോയർ സ്പോൺസേഡ് വിസ. അതാണ് ആ പേര് കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നതാണ് എംപ്ലോയർ സ്പോൺസർ. മറ്റേ സ്കിൽഡ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വയസ്സ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് തന്നെ ആർജിക്കാവുന്ന പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ എംപ്ലോയറുടെ എംപ്ലോയറുടെ റോൾ അവിടെ വരുന്നില്ല. അവിടെ എംപ്ലോയറുടെ റോള് ആവശ്യമേ ഇല്ല. എംപ്ലോയർ സ്പോൺസേഡ് വിസയിൽ മാത്രമാണ് എംപ്ലോയറുടെ റോള് വരും. അപ്പൊ ഈ എംപ്ലോയർ സ്പോൺസേഡ് വിസ എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് 3 ടൈപ്പ് വിസ ഉണ്ട്. ഒന്ന് ടെമ്പററി വിസ, അത് സബ് ക്ലാസ് 482 വിസ, അത് മാക്സിമം 4 വർഷം വരെ കിട്ടുന്നില്ല എംപ്ലോയർ സ്പോൺസർ. പിന്നെ രണ്ടെന്ന് പറയുന്നത് സബ് ക്ലാസ് 494 വിസ, പ്രൊവിഷണൽ വിസ, അതൊരു പാത്ത് വേ വിസയാണ്. അതാണ് തരുന്നതെങ്കിൽ അത് റീജിയണൽ ഏരിയയിലുള്ള റീജിയണൽ പ്രദേശങ്ങളിലുള്ള എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്നതിന് ആ വിസ 5 വർഷത്തേക്കാണ് കിട്ടുന്നതെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പെർമനന്റ് വിസയിലോട്ട് പോകാം. അവിടെ പക്ഷേ എംപ്ലോയറുടെ സപ്പോർട്ട് ആവശ്യമില്ല. ഈ 494 വിസയാണ് കിട്ടുന്നതെങ്കിൽ അവിടുന്ന് പോകുന്നതിന്. അതേസമയം 482 വിസയിലാണ് നിങ്ങൾ എംപ്ലോയർ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നത്. അതൊരു ടെമ്പററി വിസയാണ്. അതിൽ 2 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പെർമനന്റ് വിസയിലോട്ട് പോകണമെങ്കിൽ സബ് ക്ലാസ് 186 ടെമ്പററി റെസിഡന്റ് ട്രാൻസിഷൻ സ്ട്രീം എന്ന് പറഞ്ഞൊരു സ്ട്രീം, TRT, അതിലൂടെ മാത്രം. പക്ഷെ അവിടെ എംപ്ലോയറുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. എംപ്ലോയർ വീണ്ടും നമ്മൾ നോമിനേറ്റ് ചെയ്യും. ഇത് കൂടാതെ ഇതേ എംപ്ലോയർക്ക് തന്നെ നമ്മളെ 186 ഡയറക്റ്റ് എൻട്രി സ്ട്രീം ഉണ്ട്. അതിലൂടെ വേണമെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് എംപ്ലോയർക്ക് നമ്മളെ വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം, നമുക്ക് PR വിസ ഓഫർ ചെയ്യാം. അതായത് ഓസ്ട്രേലിയക്ക് പുറത്ത് വന്നതാണ് വിത്ത് PR ഓസ്ട്രേലിയയിലോട്ട് വരുന്നത്. ഓസ്ട്രേലിയയില് അതെ, ആപ്ലിക്കന്റ് പുറത്തായിരുന്നാലും ഓസ്ട്രേലിയക്ക് അകത്തായിരുന്നാലും മറ്റെന്തെങ്കിലും വിസയിൽ വന്നിട്ട് ഓസ്ട്രേലിയയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും പ്രശ്നമില്ല. പക്ഷേ 186 ഡയറക്റ്റ് എൻട്രി എന്ന് പറയുന്ന ആ സ്ട്രീമിലാണ് എംപ്ലോയർ നമ്മളെ താല്പര്യപൂർവ്വം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ കിട്ടുമ്പോൾ തന്നെ PR മൂവിയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റല്ലാതെ ഒരു വിസ സ്ട്രീം ഉള്ളതെന്ന് പറയുന്നത് സബ് ക്ലാസ് 407 ആണ്. ട്രെയിനിങ് അത്രത്തോളം പോപ്പുലർ അല്ല. അതിന് നോമിനേഷൻ വേണം. ഒരു എംപ്ലോയർ നമ്മളെ നോമിനേറ്റ് ചെയ്യണം, അവർ സ്പോൺസർ ചെയ്യണം. പക്ഷെ അത് ഈ പറഞ്ഞ കൂട്ട് 1 വർഷത്തേക്കൊക്കെ ആണ് പലപ്പോഴും നമുക്ക് അങ്ങനെ ആ ട്രെയിനിങ് വിസയൊക്കെ കിട്ടുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മറ്റേതെങ്കിലും വിസകളിലോട്ട് ആ പീരീഡിനുള്ളിലോട്ട് മാറേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതൊരു അട്രാക്റ്റീവ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇതാണ് ഇത്രയും